ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണ നൽകിയ തിരുവഞ്ചൂരിനെ തള്ളി കെ മുരളീധരൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ ഏജന്റെന്ന് കെ മുരളീധരൻ. ആരിഫ് മുഹമ്മദ് ഖാന് രൂക്ഷ വിമർശനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ ഏജന്റ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഗവർണറെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കേരളം അറിഞ്ഞു, അദ്ദേഹം ഇനിയും തുടരണമെന്ന് പറഞ്ഞത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരുവഞ്ചൂരിനെ തള്ളുകയും ഒപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ? സിജു, തിരുവഞ്ചൂരിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് കെ മുരളീധരൻ. അദ്ദേഹം വ്യക്തമാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിന്റെ ഏജന്റ് ആണ് എന്നത് തന്നെയാണ്. ആ നിലപാടിൽ ഇനിയും ഉറച്ചു നിൽക്കും. തിരുവഞ്ചൂരിന്റേത് വ്യക്തിപരമായ നിലപാട് മാത്രമാണ് എന്ന് പറയുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ സംഘപരിവാറുകാർക്ക് കടന്നുകയറാൻ വാതിൽ തുറന്നു കൊടുത്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് ആരിഫ് തുടരണമെന്ന അഭിപ്രായം എന്തായാലും തങ്ങൾക്കില്ല എന്നതാണ് മുരളീധരൻ പറയുന്നത്. കോൺഗ്രസിനും ആ നിലപാടല്ല എന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അതായത് തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം എന്നൊരു അഭിപ്രായം എന്തായാലും ഇല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുക ഒഫീഷ്യൽ സംഖ്യയാകും എന്നുകൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഏതായാലും മികച്ച ഗവർണറാണ് എന്നൊരു അഭിപ്രായം തങ്ങൾക്കില്ല എന്നത് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. തിരുവഞ്ചൂർ ആ നിലപാടുമായി ബന്ധപ്പെട്ട് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുകൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ഏതായാലും തിരുവഞ്ചൂർ പറഞ്ഞ അല്ലെങ്കിൽ തിരുവഞ്ചൂരിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മേഘ, ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് തിരുവഞ്ചൂർ പറഞ്ഞത് പാർട്ടി നിലപാടല്ല, വ്യക്തിപരമായ അഭിപ്രായം. RSS അനുകൂലികളെ സർവകലാശാലകളിൽ തിരികെ കയറ്റിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ പറയുമ്പോൾ മുരളീധരൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. തിരുവഞ്ചൂരിന് BJP മനസ്സുണ്ട്. ഇന്നലെ VN വാസവൻ അടക്കം പറഞ്ഞ കാര്യമാണ്. തിരുവഞ്ചൂർ ഒരു ബ്രിഡ്ജാണ്, RSSും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് തിരുവഞ്ചൂർ എന്ന അർത്ഥത്തിൽ ചില വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മുരളീധരൻ അത് പറയാതെ പറയുകയും ചെയ്തു. അതായത് മുരളീധരന്റെ നിലപാടിനെ അത്തരത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം അത് വ്യക്തിപരമായ നിലപാടാണ് എന്ന് കൃത്യമായി തന്നെ മുരളീധരൻ പറഞ്ഞു വെക്കുമ്പോൾ തിരുവഞ്ചൂരിന് അത്തരത്തിലൊരു മനസ്സുണ്ട് എന്ന സിജുവിന്റെ ചോദ്യത്തോട് അത് കൂടി ചേർത്ത് വെക്കാവുന്നതാണ്. ഏതായാലും കോൺഗ്രസിന് എന്തായാലും ആ നിലപാടില്ല എന്ന് കൃത്യമായി മുരളീധരൻ പറയുന്നു. അതിനൊപ്പം വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറയുമ്പോഴും സംഘപരിവാറിന്റെ ഏജന്റ് ആണ് എന്ന കൃത്യമായ നിലപാട് കൂടി കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച്. അതായത് വലിയ തരത്തിൽ മുരളീധരൻ മറ്റു വാർത്തകളിൽ BJP CPM ബന്ധമെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതികരണം നടത്തുമ്പോഴായിരുന്നു ഈ ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് മുന്നിൽ അല്പമൊന്ന് പതറിക്കൂടിയായിരുന്നു മുരളീധരന്റെ മറുപടി. ഏതായാലും തിരുവഞ്ചൂരിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അത്തരത്തിലുള്ള നിലപാട് വ്യക്തിപരമായ നിലപാട് മാത്രമാണ്. ഈ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു മുരളീധരന്. കാരണം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, അദ്ദേഹമാണ് സംഘപരിവാർ ഏജന്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇനിയും 5 വർഷം തുടരണമെന്ന് പറയുന്നത്. പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടില്ലാത്തപ്പോൾ വ്യക്തിപരമായ നിലപാടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? നടപടിയെടുക്കേണ്ടതില്ലേ അദ്ദേഹത്തിനെതിരെ? കൃത്യമായും ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മറുപടി ഉണ്ടാവാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. എന്നാൽ അതിന് അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായില്ല. അത് തിരുവഞ്ചൂരിന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനൊപ്പം കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിക്കുന്ന നിലപാട് കൂടി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് ന്യായീകരിക്കാൻ ഒരു പക്ഷേ വിശദീകരണം തിരുവഞ്ചൂർ നൽകിയിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് മുരളീധരൻ നൽകിയത്. ഏതായാലും അതൊരു വ്യക്തിപരമായ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നാണോ മുരളീധരൻ പറഞ്ഞത്? പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നതല്ല. അതായത് തിരുവഞ്ചൂർ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ എന്നൊരു മറുപടിയാണ് മുരളീധരൻ പറഞ്ഞത്. അത് വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് ആ നിലപാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ തിരുവഞ്ചൂരിന്റെ നിലപാടിൽ അദ്ദേഹം തന്നെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനം കൂടി മുരളീധരൻ ഉന്നയിക്കുമ്പോൾ തിരുവഞ്ചൂരിനെ മാറ്റി നിർത്തി നമുക്ക് ഈ കാര്യത്തെ എടുത്തു കാണാം. കാരണം കോൺഗ്രസിന് ആ നിലപാടില്ല എന്ന് പറയുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ഓക്കെ, നിലവിൽ മേഘ മാധവനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കെ മുരളീധരൻ വലിയ രൂക്ഷ വിമർശനമാണ്
ഇപ്പോൾ തിരുവഞ്ചൂരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് RSSന്റെ സംഘപരിവാറിന്റെ ഏജന്റാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവഞ്ചൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്.